നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പോർഷനാണ് പഠിക്കുന്നത്. വേറൊന്നുമല്ല, GST 2.0 കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. GST 2.0. അപ്പോൾ എന്താണ് GST 2.0 എന്ന് പറയുന്നത്? 2025 സെപ്റ്റംബർ മാസം 3-ാം തീയതി നടന്ന 56-ാമത്തെ GST കൗൺസിൽ മീറ്റിംഗിലാണ് നിലവിലുള്ള അന്നുണ്ടായിരുന്ന GSTയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. നമുക്കറിയാവുന്ന കുറച്ച് സ്ലാബുകളുണ്ടല്ലോ. ഏതൊക്കെയാണ്? 5%, 12%, 18, 28. ഈ 4 സ്ലാബുകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു. അതായത് ഈ 4 സ്ലാബുകളിൽ 2 സ്ലാബുകളിലേക്കായിട്ട് ചുരുങ്ങുകയും കൂടാതെ ഒരു 40% ലക്ഷറി സ്ലാബ് കൂടി ചേർന്നതാണ് നിലവിലത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും വലിയ മാറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ വളരെ ഈസി ആയിട്ട് അതങ്ങ് തീർന്നു. പക്ഷേ ഈ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. GST 2.0 with next generation reforms. Okay. Lighter on the pocket, brighter for the future is an official government slogan introduced by Government of India for the GST 2.0 reform. Lighter on the pocket, brighter for the future. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ടൈറ്റിൽ, ഈ ഒരു സ്ലോഗൻ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ GST റിഫോംസ് 2.0യുടെ എന്താണ് ഒഫീഷ്യൽ ഗവൺമെന്റ് സ്ലോഗൻ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ 2 രീതിയിൽ ഇത് ചോദിക്കാം, പഠിച്ചു വയ്ക്കാം. ലൈറ്റർ, ബ്രൈറ്റർ, പോക്കറ്റ്, ഫ്യൂച്ചർ. ആ രീതിയിൽ ഓർത്താൽ മതി. ലൈറ്റർ ഓൺ ദി പോക്കറ്റ്, ബ്രൈറ്റർ ഫോർ ദി ഫ്യൂച്ചർ. എന്താണ്? ലൈറ്റർ ഓൺ ദി പോക്കറ്റ്, ബ്രൈറ്റർ ഫോർ ദി ഫ്യൂച്ചർ. അപ്പോൾ ഇത് മറക്കാതിരിക്കുക. ലൈറ്റർ ഓൺ ദി പോക്കറ്റ്, ബ്രൈറ്റർ ഫോർ ദി ഫ്യൂച്ചർ ഈസ് ആൻ ഒഫീഷ്യൽ ഗവൺമെന്റ് സ്ലോഗൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ദി GST 2.0 റിഫോംസ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒഫീഷ്യൽ PDF-ലെ ഒരു ഭാഗമാണ്. നമുക്ക് ഈ ഒഫീഷ്യൽ PDF-ലെ ഈ ഭാഗം ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്നാമത് തന്നേക്കുന്നത് എന്താ? GST ഓൺ ലെതർ, ഫുഡ്വെയർ, ടെക്സ്റ്റൈൽ, ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ടോയ്സ് reduced to 5% to boost youth-led MSMEs and export. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? എന്തൊക്കെയോ 5% കുറച്ചു. അതെന്തൊക്കെയാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്? ലെതർ, ഫുഡ്വെയർ, ചപ്പൽ, ചെരുപ്പുകൾ, ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ്, കരകൗശലങ്ങൾ, അല്ലെങ്കിൽ ടോയ്സ്, കളിപ്പാട്ടങ്ങൾ. അപ്പോൾ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളിലെല്ലാം GST എത്രയായിട്ട് കുറച്ചു? 5%ലേക്ക് നിജപ്പെടുത്തി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബൂസ്റ്റ് യൂത്ത് ലെഡ് MSMEs ആൻഡ് എക്സ്പോർട്ട്. എന്തൊക്കെയാണ്? യുവാക്കൾ നയിക്കുന്ന MSME. MSME എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. എന്താണ്? മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന് വെച്ചാൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. അപ്പോൾ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നയിക്കുന്ന യുവാക്കൾക്ക് ഇതൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ്സിനെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എഫേർട്ടിന് കിട്ടുന്ന ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കയറ്റുമതിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ലെതർ, പാദരക്ഷകൾ, തുണിത്തരങ്ങൾ, കരകൗശല വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയുടെ GST 5% കുറച്ചു. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്തൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്? നിങ്ങളിപ്പോൾ ഒരു എക്സാമിന് പോകുമ്പോൾ ബേസ് ആയിട്ട് ഞാൻ പറഞ്ഞ ഈ ബേസ് പഠിച്ചിട്ട് വേണം കുറച്ചുകൂടി ഹയർ ലെവലിലോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ബേസ് എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന ഒരു 9 പോയിന്റ്സ് ഉണ്ട്. ഈ 9 പോയിന്റ്സ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് എക്സെപ്ഷൻ ആയിട്ടുള്ള കേസ് ലാസ്റ്റ് പേജിൽ പഠിക്കാനുണ്ട്. സോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എന്താ? GST ഓൺ ലെതർ, ഫുഡ്വെയർ, ടെക്സ്റ്റൈൽസ്, ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ടോയ്സ് റെഡ്യൂസ്ഡ് ടു 5% ടു ബൂസ്റ്റ് യൂത്ത് ലെഡ് MSMEs ആൻഡ് എക്സ്പോർട്ട്. ഇവിടെ പറയുന്നത് എന്താ? ലെതർ, ഫുഡ്വെയർ, ഓരോന്ന് ഓർത്തിരിക്കുക. ലെതർ, ഫുഡ്വെയർ, ടെക്സ്റ്റൈൽ, ഹാൻഡിക്രാഫ്റ്റ്, ടോയ്സ്. ഈ വിഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ഇവിടെ യുവാക്കൾ നയിക്കുന്ന MSMEകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ? ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? 5% പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കയറ്റുമതിക്കും വേണ്ടി 5% എന്ത് ചെയ്യുന്നു? GST കുറയ്ക്കുന്നു. GST അതിന് 5% കുറച്ചു. ഒന്നാമത്തെ പോയിന്റ് ഓക്കെ ആണല്ലോ. ലെതർ,
ഫുഡ്വെയർ, ടെക്സ്റ്റൈൽ, ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ടോയ്സ്. ഇത്രയും സെറ്റാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ആണ് എസെൻഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസ്. എസെൻഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസ്, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എസെൻഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള അവശ്യ പഠന സഹായികൾ അല്ലെങ്കിൽ എന്താ പഠന സാമഗ്രികൾ ലൈക്ക് പെൻസിൽസ്, ഇറേസേഴ്സ് ആൻഡ് എക്സസൈസ് ബുക്സ്. ഇവിടെ പേന വരുന്നുണ്ടോ? പേന വരുന്നില്ല. അങ്ങനെയുള്ള പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. പെൻസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. പെൻസിൽ, ഇറേസേഴ്സ് ആൻഡ് എക്സസൈസ് ബുക്സ് മെയ്ഡ് GST ഫ്രീ ടു ഈസ് എഡ്യൂക്കേഷൻ കോസ്റ്റ്. അതായത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ സാമഗ്രികൾ ആയിട്ടുള്ള പെൻസിലുകൾ, ഇറേസറുകൾ, എക്സസൈസ് ബുക്കുകൾ എന്നിവയ്ക്ക് GSTയിൽ നിന്നും ഒഴിവാക്കി എന്നതാണ് നമ്മളിവിടെ പഠിക്കുന്ന രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ എസെൻഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസിനകത്ത് പേന ഉൾപ്പെടുന്നുണ്ട് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ശരിയാണോ? പേനയെക്കുറിച്ച് ഇവിടെ എങ്ങും പറയുന്നില്ല. ഓക്കെ, പേന GST ഫ്രീ അല്ല. എക്സസൈസ് ബുക്സും ഇറേസേഴ്സും പെൻസിലും മാത്രമാണ്. അപ്പോൾ പെൻസില് ബുക്കിനകത്ത് പെൻസിൽ വെച്ച് എഴുതി അത് മായ്ച്ചു. ഈ 3 കാര്യങ്ങൾ അങ്ങ് ഓർത്തിരുന്നാൽ മതി. അത് GST ഫ്രീ ആണെന്ന് ഓർത്തുക. അല്ലെങ്കിൽ GST എന്ന് നമ്മൾ ഒരു ഉദാഹരണത്തിന് ഇതൊരു ബുക്കാണ്. ഓക്കെ, ഈ ബുക്കിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? GST എന്ന് എഴുതുന്നു. അത് പെൻസിൽ വെച്ചിട്ടാണ് എഴുതുന്നത്. എന്നിട്ട് ഇറേസർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? മായ്ച്ചു കളയുന്നു. ഇറേസർ വെച്ചിട്ട് ഞാൻ മായ്ച്ചു കളയുന്നു. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. GST ഫ്രീ. മനസ്സിലായില്ലേ? അപ്പോൾ GST ഫ്രീ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കാൻ ഇത്രയേ ഉള്ളൂ. പെൻസിൽ, ഇറേസർ, എക്സസൈസർ. ഈ ഇറേസർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ പേന വെച്ച് എഴുതിയ സംഭവം നമ്മുടെ നോർമൽ ഇറേസർ വെച്ച് ഇറേസ് ചെയ്ത് കളയാൻ പറ്റത്തില്ലല്ലോ ബുക്കിൽ നിന്ന്. അങ്ങനെ ഓർത്താൽ മതി. അങ്ങനെ ഓർക്കുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് സെറ്റാണ്. Essential learning materials like pencil, erasers and exercise books made GST free to ease education cost. വിദ്യാഭ്യാസ ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് GST ഫ്രീ ആക്കിയ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? പെൻസിൽ, ഇറേസേഴ്സ് ആൻഡ് എക്സസൈസ് ബുക്സ്. ഓക്കെ, നെക്സ്റ്റ്, നിങ്ങളൊക്കെ ജിമ്മിൽ പോകുന്നവരാണല്ലോ. പോകുന്നവരില്ലെങ്കിൽ ഓർത്ത് വെച്ചേക്കുക. GST on gym fitness centers slashed from 18 to 5% to making fitness more affordable and accessible. അതായത് ജിം ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസമുള്ളൊരു കാര്യമാണ് വരുന്നത്. അതായത് മുമ്പ് ജിം ഏത് സ്ലാബിലായിരുന്നു? 18% സ്ലാബിലായിരുന്നു. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം അത്രയും ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം ഹെൽത്ത് നോക്കുന്നവർക്ക് ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ എന്ത് ചെയ്യുന്നു? GST 18% GST 15 കുറച്ച് തരുന്നു എന്ന് ഓർത്ത്. 15 5 കുറയ്ക്കുന്നു. ഓക്കെ, 15% GST എന്താവുന്നു? 5% മാറുന്നു. ഓക്കെ, ഇതാണ് ഇവിടെ പഠിക്കേണ്ട. ജിമ്മ് ആയിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഓർത്തിരിക്കുക, 18 നിന്ന് 5% അങ്ങ് കുറച്ച്. ചുമ്മാ ജിമ്മിലൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ ഞാൻ ജിമ്മിലാണ് ഇരിക്കുന്നത്, നമ്മുടെ GST എന്ത് ചെയ്തു? 18 നിന്ന് 5 കുറച്ചു. അതെപ്പോഴും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇനി 2 വീലേഴ്സിൻ്റെ കേസ്. ഇത് കുറച്ച് നന്നായിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം. എങ്കിലും ഞാനൊന്ന് ഓടിച്ച് പറയാം. GST ഓൺ 2 വീലേഴ്സ്, അതായത് 350 cc താഴെയുള്ള 350 cc വരെയുള്ള 2 വീലേഴ്സ് ആൻഡ് സ്മാൾ കാർസ് കട്ട് ഫ്രം 28% to 18%. ഓക്കെ, അതായത് 2 വീലേഴ്സിൻ്റെയും അതുപോലെ തന്നെ ചെറിയ കാറുകൾ, ലക്ഷറി കാറല്ല, ചെറിയ കാറുകൾ എന്ത് ചെയ്യുന്നു? ചെറിയ കാറുകളുടെ GST എന്തിൽ നിന്ന് എന്തിലേക്ക് മാറ്റുന്നു? 28% നിന്നും 18% മാറ്റുന്നു. അപ്പോൾ ഇവിടെ എടുത്തു പഠിക്കേണ്ടത്, ഇവിടെ ചെറിയ കാറ് നമ്മൾ പഠിച്ചു പോയി. അതുപോലെ ഇവിടെ എടുത്തു പഠിക്കേണ്ടത് 2 വീലേഴ്സിൻ്റെ എത്ര CC വരെയാണ്. ഓപ്ഷനിൽ ചിലപ്പോൾ 250 കാണും, 350 കാണും, അങ്ങനെ പല ഓപ്ഷൻസ് കാണും. സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. 350 വരെയുള്ള CC ബൈക്കുകൾക്ക് അല്ലെങ്കിൽ 2 വീലേഴ്സിന് എന്താണ്? GST 18% ഓർത്തിരിക്കുക. മുമ്പ് അത് 28% ഇപ്പോൾ അത് 18% മാറി. GST ഓൺ സിമെൻറ്റ്. ഇപ്പോൾ വീട് പണിയായാലും മറ്റെന്ത് പണിക്കായാലും എന്താണ്? സിമെൻറ്റ് അത്യാവശ്യമല്ലേ?
അപ്പോൾ സിമെൻറ്റിലൊക്കെ 28% ആയിക്കഴിഞ്ഞാൽ 28% GST കൊടുക്കേണ്ടി വരുമ്പോൾ ഒരു സാധാരണക്കാരനെ അത് എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യാമെന്ന് പഠിച്ച GST കൗൺസിൽ അല്ലെങ്കിൽ GST കൗൺസിൽ എന്ത് ചെയ്യുന്നു, അതിനെയും കുറച്ച് 18% മാറ്റുന്നു. ഓക്കെ, അപ്പോൾ സിമെൻറ്റിൻ്റെ എത്ര ആയിട്ട് മാറി? 18%. അതുപോലെ തന്നെ ടു വീലേഴ്സിൻ്റെയും സ്മാൾ കാർസിൻ്റെ എത്ര ആയിട്ട് മാറി? അതും 18%. അങ്ങനെയാണെങ്കിൽ ജിമ്മിൻ്റെ എത്ര ആയിട്ട് മാറി? 18-ൽ നിന്നും 5 മാറി. ഓക്കെ, ലെതർ, ഫുട്വെയർ, ടെക്സ്റ്റൈൽ, ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ടോയ്സ് എന്തായിട്ട് മാറുന്നു? 5% മാറുന്നു. അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നമ്മളിപ്പോൾ ഒരു 5 പോയിന്റ് പഠിച്ചു. അതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എന്താണ്? എഡ്യൂക്കേഷൻ സാധനങ്ങളാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസ് ആണ് ഫ്രീ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് നമ്മൾ മുമ്പ് ജിമ്മിൻ്റെ കേസ് പഠിച്ചു. ജിമ്മിൻ്റെ എത്ര ആയിട്ട് മാറി? 5% കുറഞ്ഞു. അതുപോലെയാണ് ഹെൽത്ത് കെയർ മെയ്ഡ് അഫോർഡബിൾ വിത്ത് GST ഓൺ മെഡിസിൻസ് കട്ട് ടു 5% ഓർ നിൽ വൈൽ ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് മെയ്ഡ് എക്സംപ്റ്റഡ് ഫ്രം GST. ഇവിടെ ചില മരുന്നുകൾക്ക് 5%-ലേക്ക് കുറയ്ക്കുകയും ചില മരുന്നുകൾക്ക് GSTയിൽ നിന്നും പൂർണ്ണമായിട്ടും ചില മരുന്നുകളെ മാറ്റുകയും അല്ലെങ്കിൽ GST ഫ്രീ ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുപോലെ എടുത്തു പഠിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പം മരുന്നിനെ കുറിച്ച് നമുക്ക് ഇനി വരുന്ന മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ പഠിച്ചു പോവുക. ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും. ഹെൽത്ത് ഇൻഷുറൻസിനും ലൈഫ് ഇൻഷുറൻസിനും എന്ത് ചെയ്യുന്നു? രണ്ടിനെയും GSTയിൽ നിന്നും മുക്തമാക്കുന്നു, GST ഫ്രീ ആക്കുന്നു. ഇനിയിപ്പോൾ അതായത് 2025 സെപ്റ്റംബർ 22 ശേഷം 2025 സെപ്റ്റംബർ 22 ശേഷം വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിനൊക്കെ എന്താണ്? GST ഫ്രീ ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ കുറച്ച് മരുന്നുകൾ, ഇപ്പോൾ ക്യാൻസറിന് വേണ്ടിയുള്ള മരുന്നുകളൊക്കെ GST ഫ്രീ ആണെന്നുള്ള കാര്യം നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം. ഇനി യൂണിഫോം 5% GST ഓൺ ഡ്രോൺസ് ഇൻട്രൊഡ്യൂസ്ഡ് സപ്പോർട്ടിംഗ് സ്റ്റാർട്ടപ്പ് ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ്. അതായത് ഡ്രോണുകൾക്ക് 5% GST ആയിട്ട് കുറച്ചു. ഇനി പഠിക്കുന്നത് ഡെയിലി ഫുഡ് ഐറ്റംസ്. ഇത് കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ഡെയിലി ഫുഡ് ഐറ്റംസ് നമുക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ UHT മിൽക്ക്, റോട്ടി, പറാത്ത, പനീർ ആൻഡ് പാക്കേജ്ഡ് സ്നാക്സ്, നമ്മളിനി മേടിക്കുന്ന പാക്കേജ്ഡ് സ്നാക്സിനൊക്കെ എന്താണ്? സെയിൽസ് ബ്രോട്ട് അണ്ടർ 5% ഓർ നിൽ GST ഈസിങ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്. അപ്പോൾ ഇത് താഴോട്ട് പോകുമ്പോൾ ഇതൊരു പേജ് നിറച്ച് നമുക്കുണ്ട്. അത്യാവശ്യം കണ്ടന്റ് ഉണ്ട് ഈ സാധനം. അത് നമുക്ക് താഴേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. UHT മിൽക്ക്, റോട്ടി, പറാത്ത, പനീർ, പാക്കേജ് സ്നാക്സ് എന്നിവയ്ക്ക് എന്ത് ചെയ്യുന്നു? 5% കുറയ്ക്കുകയോ അല്ലെങ്കിൽ GSTയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5%-ലേക്ക് കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ പ്രൊഡക്ട്സിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾക്ക് എന്ത് ചെയ്തു? 5% നിജപ്പെടുത്തുകയും ചിലതിനെ GSTയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അത് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റിഫോംസ് പ്രൊമോട്ട് അഫോർഡബിലിറ്റി, ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഇംപ്രൂവ്ഡ് ഈസ് ഓഫ് ലിവിംഗ് ഫോർ യൂത്ത് ആൻഡ് ഹൗസ് ഹോൾഡ്. അപ്പോൾ ഇവിടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് പ്രൊമോട്ട് ചെയ്യുന്ന എന്തിനൊക്കെയാണ്? അഫോർഡബിലിറ്റി, ഹെൽത്തി, ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി അല്ലെങ്കിൽ സുഗമമായിട്ടുള്ള ജീവിതം. അപ്പോൾ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിഫോംസ് കൊണ്ടുവന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. സോ അത് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് താഴേക്ക് പോകാം. താഴേക്ക് പോകുമ്പോൾ കുറച്ചധികം പഠിക്കാനുണ്ട്. സോ എല്ലാം ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. ലൈറ്റർ ഓൺ ദി പോക്കറ്റ്, ബ്രൈറ്റർ ഫോർ ദി ഫ്യൂച്ചർ. ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് നിലവിൽ വന്ന ഡേറ്റ് ഒന്ന് പഠിക്കണം. ഓക്കെ, നിലവിൽ വന്നത് എന്നോട്ടാണ് പ്രാബല്യത്തിൽ വരുന്നത്? 2025 സെപ്റ്റംബർ 22 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം മുകളിൽ തന്നിരിക്കുന്ന ഇംഗ്ലീഷ് ഈ പറയുന്ന 9 പോയിന്റ്സിൻ്റെ മലയാളമാണ് ഞാൻ ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? നോട്ട്സ് കിട്ടുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് വായിച്ചു പോകാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നോക്കുക. GST 2.0യുടെ സിംപ്ലിഫൈഡ് ടാക്സ് സ്ട്രക്ചർ ഫോർ എ സ്ട്രോങ് എക്കണോമി, അതായത് ഫ്രം 2025 സെപ്റ്റംബർ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഡേറ്റ്. ഈ ഡേറ്റ് പഠിച്ചു വയ്ക്കുക. ഡേറ്റ് ഒന്നും ഒരിക്കലും മിസ് ചെയ്യരുത്.
ഇനി ഇവിടെ ഞാൻ പറയുന്നത് പഠിക്കാനുള്ളത്, ഇവിടെ ഈ സ്ലാബുകളെ അല്ലെങ്കിൽ ഈ റേറ്റുകളെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഓക്കെ, മൂന്നായിട്ട് തരംതിരിക്കും. കാരണം അതിൻ്റെ ഒന്നെന്ന് പറയുന്നത് 5%-നെ നമ്മൾ മെറിറ്റ് റേറ്റ് എന്നറിയപ്പെടും. 5%-നെ നമ്മൾ മെറിറ്റ് റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മെറിറ്റ് റേറ്റ്. അങ്ങനെയാണെങ്കിൽ ലക്ഷറിയസ് ലൈഫ് അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു? ഡീമെറിറ്റ് റേറ്റ്. ഏതാണ്? ഡീമെറിറ്റ് റേറ്റ്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്നെന്താ? രണ്ടല്ല, മൂന്ന് പഠിക്കാനുണ്ട്. മെറിറ്റ് റേറ്റ്, ഡീമെറിറ്റ്. ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഉയർന്ന ഒരു ലെവലിലുള്ളതാണ് നമ്മൾ ഓർക്കണം. മെറിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ എന്താണ് 5% റേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നത് എസെൻഷ്യൽ ഐറ്റം, അവശ്യ സാധനങ്ങളെല്ലാം എന്താണ്? മെറിറ്റ് റേറ്റിൽ ഉൾപ്പെടുന്നു. ഇനി 18% പറയുന്നത് എന്താ? അതിനെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ് ആണ് 18%. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖം തോന്നും, സ്റ്റാൻഡേർഡ് ആണ്, കുഴപ്പമില്ല. 5% മെറിറ്റ്, 18% സ്റ്റാൻഡേർഡ്, 40% ഡീമെറിറ്റ് റേറ്റ്. അപ്പോൾ ഈ 18%-നകത്ത് എന്തൊക്കെയാണ് വരുന്നത്? മോസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്നത് ഏതാ? ഇപ്പോൾ ടി വി പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്, പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം 18%-നകത്ത്. ഇനി എന്തൊക്കെയായിരിക്കും 40%-ൽ വരുന്നത്? 40% വരുന്നത് ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ്. എന്താണ് സിൻ ഗുഡ്സ് എന്ന് പറയുന്നത്? സിൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടുബാക്കോ അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ല, സിഗരറ്റ്, അതുപോലെ തന്നെ പാൻ മസാല, ഗുഡ്ക പോലുള്ള ഐറ്റംസ്, അതാണ് സിൻ ഗുഡ്സ് എന്ന് പറയുന്നത്. സിൻ ഗുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരുപാട് ഡേഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സിൻ ഗുഡ്സിനകത്ത് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ലക്ഷറി ഐറ്റംസ്. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് ഡീമെറിറ്റ് റേറ്റ്, അല്ലെങ്കിൽ 40% എന്ന് പറഞ്ഞാൽ ലക്ഷറി. ഡീമെറിറ്റ് റേറ്റ് എന്ന് പറയുന്നതാണ് എന്തൊക്കെ ചേർന്നത്? ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ് ചേർന്നത്. അപ്പം 3 ടൈപ്പ് നമ്മൾ റേറ്റ് പഠിച്ചു. ഒന്ന് മെറിറ്റ് റേറ്റ്. മെറിറ്റ് റേറ്റിനകത്ത് 5% മെറിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ സുഖമുള്ള റേറ്റാണ് 5%, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് മെറിറ്റ് റേറ്റ്. അപ്പോൾ ഇതിൽ വരുന്നത് എസെൻഷ്യൽ ഐറ്റംസ് ആണ്, അവശ്യ സാധനങ്ങളാണ്. ഇനി 18%-നകത്ത് വരുന്നത് എന്താണ്? 18% എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് റേറ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റിനകത്ത് എന്തൊക്കെ വരും? മോസ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്നത് സ്റ്റാൻഡേർഡ് റേറ്റിനകത്താണ്. ഇനി 40% ആണ് ഡീമെറിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീമെറിറ്റ് റേറ്റിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സ്. അപ്പം സിൻ ഗുഡ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ ടുബാക്കോ അല്ലെങ്കിൽ ഗുഡ്ക, പാൻ മസാല പോലുള്ള ഐറ്റംസ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്? സിൻ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓക്കെ ആണോ? ഇത്രയും നമ്മൾ പഠിച്ചത് ഇതിൻ്റെ ഒരു ബേസ് ആണ്. ഇപ്പോൾ ഇനി നമ്മൾ ഡീപ്പായിട്ട് കയറുന്നതേ ഉള്ളൂ. സോ ഇതിൻ്റെ ഒരു ബേസ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പം 5%, 18%, 40%. ഇത് നിലവിൽ വന്ന തീയതി വരെ നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി എത്രാമത്തെ GST കൗൺസിലാണ് തീരുമാനമെടുത്തത്? ഞാൻ മുമ്പ് പറഞ്ഞു, എത്രാമത്തെ GST കൗൺസിൽ യോഗത്തിലാണ് തീരുമാനമെടുത്തത്? 56-ാമത്തെ. എവിടെ വെച്ച് നടന്ന? ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന. ഏത് വർഷം നടന്നു? 2025 സെപ്റ്റംബർ 3-ന് നടന്ന യോഗം. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. 2025 സെപ്റ്റംബർ 3-ന് നടന്ന യോഗം എവിടെ വെച്ച് നടന്നു? ഡൽഹി. 56-ാമത്തെ യോഗം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി GST റിഫോംസിന്റെ കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കണ്ടോ? GST റിഡക്ഷൻസ് ഫോർ ലെതർ ആൻഡ് ഫുഡ്വെയർ ഇൻഡസ്ട്രി. ക്ലാരിറ്റി കുറച്ച് കുറവാണ്. സോ അത് നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള PDF-ൽ നിന്ന് ചുരണ്ടി എടുത്തത് കൊണ്ട് പറ്റിയ സംഭവമാണ്. അല്ല, അതിനകത്തും ക്ലാരിറ്റി കുറവാണ് കേട്ടോ. അതിൽ കൊടുത്തേക്കുന്ന ക്ലാരിറ്റി കുറവാണ്. സോ അതുപോലെ തന്നെ എടുത്തതാണ്. GST റിഡക്ഷൻ ഫോർ ദ ലെതർ ആൻഡ് ഫുഡ്വെയർ ഇൻഡസ്ട്രി. ഇപ്പോൾ ലെതർ ആൻഡ് ഫുഡ്വെയർ ഇൻഡസ്ട്രിക്കകത്ത് വരുന്ന GST റിഡക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് 5% ആയിട്ട് മാറി. എന്തിൽ നിന്നും? അതും കൂടി പഠിക്കുക. അപ്പോൾ ഈ വലിയ ബോക്സിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ പഠിക്കുക. 12% ലെതർ ആൻഡ് ഫുഡ്വെയർ ഇൻഡസ്ട്രിയുടെ ഇത് എന്തിലേക്ക് മാറുന്നു? 5% ആയിട്ട് മാറുന്നു. ഓക്കെ, അതിവിടെ വേറൊരു കാര്യം ഇനി എടുത്ത് പഠിക്കാനുള്ളത് നോക്കുക. ദ ഫുഡ്വെയർ പ്രൈസ്ഡ് അപ് ടു 2500 പെർ പെയർ. അപ്പോൾ പെയറിന് 2500 രൂപ വരെ. നമ്മൾ നേരത്തെ ബൈക്കിൻ്റെ കേസ് പഠിച്ചുള്ള 380cc വരെ. അത് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ. ഇതാണ് ഫുഡ്വെയർ അപ് ടു 2500 രൂപ വരെ. ഇപ്പോൾ 2500 രൂപ വരെയുള്ള ചെരുപ്പുകൾ ഇട്ടാൽ മതി. അതിൽ കൂടുതലുള്ള ചെരുപ്പുകൾ ഇടുവാണെങ്കിൽ അത് നിങ്ങൾ ലക്ഷറി ഐറ്റംസിനകത്ത് ഉൾപ്പെടും. അതായത് 40% GST ആണ് അവിടെ കൊടുക്കേണ്ടി വരുന്നത്. 2500 വരെയുള്ള ചെരുപ്പുകൾ സാധാരണക്കാരനെ സംബന്ധിച്ച് അത്ര ഒരു ചെരുപ്പൊന്നും മേടിക്കുന്നില്ലല്ലോ. എങ്കിലും ഒരു 2000 രൂപയുടെയൊക്കെ ചെരുപ്പ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കൊടുത്താൽ മതി?
5% GST കൊടുത്താൽ മതി. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ദാ ഫുഡ്വെയർ അപ് ടു 2500 പെർ പെയർ 5% GST മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൽ കൂടുതൽ 2600 രൂപയ്ക്കാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ അവിടെ എന്താവും? അത് ലക്ഷറി ആവും. ലക്ഷറി ആയിക്കഴിഞ്ഞാൽ അത് 40% മാറും. 40% GST അവിടെ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി GST റിഡക്ഷൻസ് ഫോർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കേസ് പഠിക്കുകയാണെങ്കിൽ ഇവിടെ മാൻമെയ്ഡ് ഫൈബേഴ്സ് MMF. MMF ഒക്കെ എന്താണെന്ന് വേണമെങ്കിൽ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. മാൻമെയ്ഡ് ഫൈബേഴ്സ് PSC ആയതുകൊണ്ടും അത്യാവശ്യം സൈക്കോ തരങ്ങൾ കയ്യിലുള്ളതുകൊണ്ടും ഇതുപോലുള്ള ഷോർട്ട് ഫോമുകളെല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഷോർട്ടിൻ്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. എക്സ്പാൻഷൻ എല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും. MMF എന്താണ്? മാൻമെയ്ഡ് ഫൈബേഴ്സ് എന്നറിയപ്പെടുന്നു. അപ്പോൾ മാൻമെയ്ഡ് ഫൈബേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെല്ലാം 5% കുറഞ്ഞു. അതിനെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് കുറച്ചുകൂടി വിപുലീകരിച്ച് ഇവിടെ സംസാരിക്കുന്നതേ ഉള്ളൂ. മാൻമെയ്ഡ് ഫൈബേഴ്സ് അല്ലെങ്കിൽ MMFൻ്റെ GST നിലവിൽ എത്രയാണ്? 5% ഉള്ളൂ. എത്രയെന്ന് കുറഞ്ഞു? 18% കുറഞ്ഞു. ഇനി മാൻമെയ്ഡ് യാൺസിന് എത്രയാണ്? യാൺസിനും 5% ആണ്. നിങ്ങൾ എത്രയും പഠിച്ചാൽ മതി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ 5% ഉള്ളൂ. അതിനെ കുറച്ചുകൂടി എടുത്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ. സോ മാൻമെയ്ഡ് ഫൈബേഴ്സിന് 5% ആണ്. 18%ൽ നിന്ന് 5% ആയിട്ട് കുറഞ്ഞു. ഇനി മാൻമെയ്ഡ് യാൺസിന് എത്രയാണ്? 5% ആണ്. അത് 12%ൽ നിന്ന് 5% ആയിട്ട് കുറഞ്ഞതാണ്. സോ ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അവരെടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കാതിരിക്കേണ്ട. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം, ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. അവിടെ സെക്ടേഴ്സ് ഓർ പ്രൊഡക്ട്സ്, ഓൾഡ് GST റേറ്റ്, ന്യൂ GST റേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ കുറച്ചുകൂടി വലിച്ചു നീട്ടി സംസാരിച്ചിരിക്കുന്ന ഒന്നാണ് ഈ ടേബിൾ. ഓക്കെ, കാർട്ടൺസ്, ബോക്സസ് ആൻഡ് കേസ് ഓഫ് കൊറുഗേറ്റഡ്, നോൺ കൊറുഗേറ്റഡ് പേപ്പർ ഓർ പേപ്പർ ബോർഡ്സ് അതിന് 12% 5 ആക്കി. ഈ പറയുന്ന ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറയുന്ന സെഷനിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഹാൻഡിക്രാഫ്റ്റ്, ലെതർ അല്ലെങ്കിൽ ചപ്പൽ തുടങ്ങിയ കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ചേക്കുന്നത്. ഇപ്പോൾ പേപ്പർ പൾപ്പ്, മോൾഡ് ട്രേസ്, ലെതർ ആഫ്റ്റർ ടാനിങ് ഓർ ക്രസ്റ്റിംഗ്, ഫുഡ്വെയർ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ആ പഠിച്ച കാര്യങ്ങൾ ഈ ഹാൻഡിക്രാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർ കുറച്ചുകൂടി വലിച്ചു നീട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? കുറച്ചുകൂടി അവർ വലിച്ചു നീട്ടിയെന്ന് മാത്രമേ ഇവിടെ നമുക്ക് നോക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു ഓപ്ഷനിൽ വന്നാൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? അതാ ഇപ്പോൾ ഇത്രയും വലിച്ചു നീട്ട്, ഈ ഒരു വലിച്ചു നീട്ടിയ സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നോക്കുക. അതാ ഇവിടെ സ്കിൻസ് ആൻഡ് ലെതർ. ലെതർ എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ടാൽ തന്നെ കണ്ണും പൂട്ടി പറയാമല്ലോ. 5% ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് പേജിൽ നമ്മൾ പഠിച്ചതാണ് ലെതർ 5%. ഇനി മുമ്പോട്ട് വരുമ്പോഴത്തേന് ഈ പറയുന്നത് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്യാൻഡിൽസ് കണ്ടാൽ അപ്പം തന്നെ നമുക്ക് പറയാം 5% ആണ്. നമ്മളത് പഠിച്ചു. ഹാൻഡ് ക്രാഫ്റ്റ്സ് എല്ലാം നമ്മൾ പഠിച്ചു. അതേപോലെ ലെതർ പഠിച്ചു, ചപ്പൽസ് പഠിച്ചു, ചപ്പലിനെ കുറിച്ച് പഠിച്ചു, അതായത് ഫുഡ്വെയർസിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ ഐഡൽസ്, വുഡ്, സ്റ്റോൺ, മെറ്റൽസിലൊക്കെ ഉണ്ടാക്കി പ്രതിമകളൊക്കെ ഉണ്ടല്ലോ, വിഗ്രഹങ്ങൾ, പ്രതിമകൾ. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ ഹാൻഡ് ക്രാഫ്റ്റ് ഉള്ള കാര്യങ്ങൾ ആ ഒരു സെൻസിൽ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതുപോലെ പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ്, ഒറിജിനൽ എൻഗ്രാവിങ്സ് എല്ലാം എന്താണ്? ഒരു കരവിരുതല്ലേ. ആ ഒരു കരവിരുതിൻ്റെ കേസിൽ നമ്മളിതിനെ എടുത്തു കഴിഞ്ഞാൽ സോ ഇതെല്ലാം 5% ആണ്. നമ്മൾ മുമ്പ് പഠിച്ച അതേ കാര്യങ്ങൾ, മുമ്പ് ഒരു 9 പോയിന്റ് പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ കുറച്ചുകൂടി വലിച്ച് വാരി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഫുഡ്വെയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2500 പെർ പെയർ. അതുവരെയുള്ള ചെരുപ്പുകൾക്ക് എത്രയാണ്? 5% മാത്രമേ ഉള്ളൂ GST എന്ന് പറയുന്നത്. ലെതർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? 5%. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലെതർ, കമ്പോഷൻ ലെതർ വിത്ത് ബേസ് ഓഫ് ലെതർ ഓർ ലെതർ ഫൈബർ, അവിടെ എത്രയാണ്? അതും 5% ആണ്. പേപ്പർ, പൾപ്പ്, മോൾഡ്, ട്രേസ്, ഇതെല്ലാം വരുന്ന എന്താ? ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. സോ അതിനെല്ലാം എന്താണ്? 5% ആണ്. ഓക്കെ, ഇനി വരുന്ന എന്താ? സ്റ്റോൺ ആർട്ട് വെയർ, സ്റ്റോൺ ഇൻലേ വർക്ക്, ടേബിൾ വെയർ ആൻഡ് കിച്ചൺ വെയർ ഓഫ് ക്ലേ ആൻഡ്. സോ ഇതിനകത്തൊക്കെ എത്ര വരുന്നത്? 5% ആണ് വരുന്നത്. ഇനി കൊമേഴ്സ്യൽ ഗുഡ് വെഹിക്കിൾസ് ഒക്കെ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. താഴോട്ട് പോകുമ്പോൾ നമുക്കത് പഠിക്കാം. ഓക്കെ, ഇനി പ്രിപ്പേർഡ് ഓർ പ്രിസർവേറ്റീവ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്
വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനൊന്നും, അതായത് നോർമൽ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനൊന്നും എന്തില്ല, GST ഇല്ല. കാര്യം അത് എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. പക്ഷേ പ്രിപ്പയർഡ് ഓർ പ്രിസർവ്ഡ് വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, നട്ട്സ്, പ്രിപ്പേർഡ് അല്ലെങ്കിൽ തയ്യാറാക്കി മീൻസ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സിനൊക്കെ എന്താണ് 5% ആണ്. 5% ആണ് എന്തെന്ന് പറയുന്നത്, GST എന്ന് പറയുന്നത്. 5% ആണ് GST. അത് 12% മുൻപ്. അതെന്ത് ചെയ്തു, 5% മാറ്റി. എന്താ, പ്രിപ്പേർഡ് അല്ലെങ്കിൽ പ്രിസർവ്ഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്. സോ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഇതിൻ്റെ നിലവിലത്തെ GST ഏത് കാറ്റഗറിയിലാണ്? 5% കുറച്ചിട്ടുണ്ട്. 12% നിന്നാണ് 5% മാറ്റിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ ടോയ്സ് 5% പിന്നെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. MMF എന്താ, കണ്ണടച്ച് പറഞ്ഞ്, മാൻ മെയ്ഡ് ഫൈബേഴ്സ്. MMF മാൻ മെയ്ഡ് ഫൈബേഴ്സ്. മാൻ മെയ്ഡ് ഫൈബേഴ്സിനും മാൻ മെയ്ഡ് യാൺസിനും എത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നു? 5% ആണെന്ന് പറഞ്ഞത്. ഈ ഒരു ടേബിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5% ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും പോർഷൻസ് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ മുകളിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാർട്ടൺസ് ബോക്സ്, കേസ് ഓഫ് കൊറുഗേറ്റഡ് അല്ലെങ്കിൽ പേപ്പർ പൾപ്പ്, മോൾഡ് ട്രേസ്, ഇതൊക്കെ വരുന്നത് ഏത് കാറ്റഗറിയിലാണ്? ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന MSMEയിൽ വരുന്ന വിഭാഗങ്ങളാണ്. അതായത് യൂത്തിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ യൂത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി MSMEയുടെ എക്സ്പോർട്ടിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിന്റ് പഠിച്ചല്ലോ. ടെക്സ്റ്റൈൽ ഫീൽഡ് അല്ലെങ്കിൽ എന്താണ്, ലെതർ ഫീൽഡ്, നമ്മുടെ ചപ്പൽ ഉണ്ടാക്കുന്ന ഈ ഫീൽഡ്. സോ അതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാൻഡ് ക്രാഫ്റ്റ് തുടങ്ങിയ ഇതിനകത്തെല്ലാം ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത്രയും നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പോൾ ലെതർ എന്നൊക്കെ കാണുമ്പോൾ കണ്ണും പൂട്ടി എഴുതിയിരിക്കും 5%. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീപ്പായിട്ടൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന അത്ര ഡീപ്പായിട്ട് ചോദിക്കാൻ സാധ്യത ഇല്ലെങ്കിൽ പോലും ഇതുപോലുള്ള ഏതാണ്, പ്രിപ്പേർഡ് ഓർ പ്രിസർവ്ഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് 5% ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ കൊമേഴ്സ്യൽ ഗുഡ്സ് വെഹിക്കിൾസ്, അതിനകത്ത് ട്രക്സ്, ഡെലിവറി വാൻസ് ഒക്കെ ഉൾപ്പെടുന്നു. അതിലെന്ത് വരുന്നു, 28% നിന്നും 18% ആയിട്ട് മാറുന്നു. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. കൊമേഴ്സ്യൽ ഗുഡ്സ് വെഹിക്കിൾസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 28% അതിൽ നിന്ന് 18% കുറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം. ഇനി ഈ പാക്കിംഗ് പേപ്പർ, പാക്കിംഗ് കേസസ്, ക്രാറ്റ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ പഠിച്ചായിരുന്നു ഈ പറയുന്ന ബോക്സസ്, കാർട്ടൺസ്, കേസസ് ഓഫ് കൊറുഗേറ്റഡ് പേപ്പർ. അതിന് എത്ര ശതമാനമായിട്ട് മാറി? 5% മാറി. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5% കുറഞ്ഞു. പാക്കിംഗ് പേപ്പർ, പാക്കിംഗ് കേസസ്, ക്രാറ്റ്സിനൊക്കെ എന്ത് ചെയ്തു? 5% കുറഞ്ഞു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഡിസ്കസ് ചെയ്തത് തന്നെ വീണ്ടും നമ്മൾ കുറച്ചുകൂടി വിപുലീകരിച്ച് പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. പാക്കിംഗ് പേപ്പർ നമ്മളിപ്പോൾ ഇനി നമ്മളൊരു ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഈ പാക്കിംഗ് പേപ്പറും പാക്കിംഗ് കേസസും ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം? ഞാനിത് പഠിച്ചിട്ടുണ്ട്, ഇത് 5% GST. ജിമ്മിൽ ചെല്ലുമ്പോൾ എന്താണ്, ഇതിനും 5% GST. ഇനി പാല് മേടിക്കാൻ പോകുമ്പോൾ അതിന് GST ഇല്ല. പക്ഷേ പാൽ ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ മിൽക്ക് ബീവറേജസിന് എന്തുണ്ട്? GST ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ GST റെഡ്യൂസ്ഡ് ടു 5%. എന്തിനൊക്കെയാണ്? പാക്കിംഗ് പേപ്പർ, പാക്കിംഗ് കേസസ് ആൻഡ് ക്രാറ്റ്സിനൊക്കെ 5% GST എന്ന് ഓർത്തിരിക്കുക. ഇനി വരുന്നത് കൊമേഴ്ഷ്യൽ ഗുഡ്സ് വെഹിക്കിൾസ് ആണ്. സോ ഇതിന് 18% നിന്നും 28% നിന്നും 18% കുറച്ചിട്ടുണ്ട് GST. ഓർത്തിരിക്കുക, കൊമേഴ്ഷ്യൽ ഗുഡ്സ് വെഹിക്കിൾസിന് എന്താണ്, 28% നിന്നും 18% കുറച്ചു. കഴിഞ്ഞ ടേബിളിൽ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. അതുപോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഓഫ് ഗുഡ്സ് ക്യാരേജ്. അപ്പോൾ ഈ ഗുഡ്സ് ക്യാരേജസിൻ്റെ ഒക്കെ തേർഡ് പാർട്ടി ഇൻഷുറൻസും എന്ത് ചെയ്തു? 5% ആയിട്ട് കുറച്ചു. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതൊന്നും അധികം ആരും എടുത്ത് പഠിക്കാത്ത ഒരു പോയിന്റാണ്. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ കേസൊക്കെ പഠിക്കുമ്പോൾ അതും 5% ആയിട്ട് കുറഞ്ഞു കേട്ടോ. 5% ആയിട്ട് കുറയുന്നു. ഇനി ഗുഡ്സ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞു ഗുഡ് വെഹിക്കിൾസ്. അപ്പോൾ അതിൽ ട്രക്സ്,
ട്രെയിലേഴ്സ്, ഡെലിവറി വാൻസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ഗുഡ്സ്. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടും. അതായത് ഗുഡ്സ് വെഹിക്കിൾസിനകത്ത് ഉൾപ്പെടുന്ന എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. ട്രക്സ്, ട്രെയിലേഴ്സ്, അതുപോലെ തന്നെ ഡെലിവറി വാൻസ് ഒക്കെ ഉൾപ്പെടുന്നതാണ് ഗുഡ് വെഹിക്കിൾസ്. ഇനി ഇതിൽ പാസഞ്ചർ ട്രാൻസ്പോർട്ട് പറയാനുണ്ട്. പാസഞ്ചർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കാറുണ്ട് ഇതിനകത്ത്. പാസഞ്ചർ ട്രാൻസ്പോർട്ട് ഏതൊക്കെ ഉൾപ്പെടുന്ന? ബസ്, സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് 10 or more person, 10 അതിലധികമോ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബസ്. അപ്പോൾ അത് എടുത്ത് പഠിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ 380 cc താഴെ 380 cc വരെയുള്ള അല്ലെങ്കിൽ 2500 രൂപ വരെയുള്ള ചെരുപ്പിന്റെ കേസ് പറഞ്ഞതുപോലെ ഇതിനും മിനിമം 10 പേര് അല്ലെങ്കിൽ 10 അതിലധികമോ ആൾക്കാർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ബസ് ആൻഡ് ഓട്ടോറിക്ഷ. അപ്പോൾ എന്താണ് ബസ്സും ഓട്ടോറിക്ഷയും? നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ബസ്, ഓട്ടോറിക്ഷ. അപ്പോൾ അതാണ് പാസഞ്ചർ ട്രാൻസ്പോർട്ടിനകത്ത് വരുന്നത്. അപ്പോൾ ഗുഡ്സ് വെഹിക്കിൾസിന്റെ കേസ് നമ്മൾ പഠിച്ചു. പാസഞ്ചർ ട്രാൻസ്പോർട്ടിനകത്ത് വരുന്ന ഈ പറയുന്ന GST റിഫോംസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ബസ്. അത് 10 പേരിൽ കൂടുതൽ, 10 പേർക്കോ അതിൽ കൂടുതൽ ആൾക്കാർക്കോ ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബസ്സിന്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷയ്ക്ക്. ഇനി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ഏതൊക്കെയാണ്? ആംബുലൻസ്. ഇത് പഠിച്ചു വെച്ചോണം. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് ആണ് ആംബുലൻസ്. അപ്പോൾ ആംബുലൻസ്, ക്രെയിനുകൾ, സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ എമർജൻസി യൂട്ടിലിറ്റി വാൻസ്. ഇപ്പം സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ എമർജൻസി യൂട്ടിലിറ്റി വാൻ. അപ്പോൾ ഇതിനൊക്കെ എന്താണ്? സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിന്റെ അണ്ടറിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ആംബുലൻസ് ഉറപ്പായിട്ടും ചോദിക്കാം. ആംബുലൻസ് വരുന്ന ഏതാ? സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിന്റെ അണ്ടറിലാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പഠിച്ചത്? കൊമേഴ്ഷ്യൽ ഗുഡ്സ് വെഹിക്കിൾസിന്റെ GST ഇനി മുതൽ എത്രയാണ്? 5% ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 18% ആണെന്ന് ഓർത്തിരിക്കുക. 5% എന്താ വരുന്നത്? തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ, ഗുഡ്സ് കാരേജസിന്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് 5% ആയിട്ട് കുറഞ്ഞു. അത്രയാവത്ത മതി. അപ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ കൊമേഴ്ഷ്യൽ ഒരു വാനോ അല്ലെങ്കിൽ ഒരു ട്രക്കോ ഒക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് പറയാം? അതിന്റെ GST എത്രയാണ്? 18%. എത്രയും നാൾ മാറ്റിയത്? 28%ത്തിൽ നിന്ന് 18%-ലോട്ട് മാറ്റി. സോ അങ്ങനെ നമുക്ക് പഠിച്ചു വയ്ക്കാം. ഇനി GST റേറ്റ് കട്ട്സ്. ഇത് കുറച്ചുകൂടി പഠിക്കുകയാണ്. ടു മേക്ക് ഹെൽത്ത് കെയർ ആൻഡ് ന്യൂട്രീഷൻ അഫോർഡബിൾ. ഇവിടെ ഡ്രഗ്സ് ആൻഡ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ചില മരുന്നുകൾക്ക് എന്ത് ചെയ്യുന്നു? ചില മരുന്നുകൾക്ക് GST ഫ്രീ ആയിട്ട് മാറ്റിയ കാര്യം നമ്മൾ പഠിച്ചു. ചില മരുന്നുകൾക്ക് 5% നിജപ്പെടുത്തിയത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി അതിനെക്കുറിച്ചാണ് കുറച്ചുകൂടെ പറയാനുള്ളത്. ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസിന് നേരത്തെ 12% GST റേറ്റ്. അതിപ്പോൾ 5% അല്ലെങ്കിൽ GST ഇല്ലാതെയോ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് അതിൽ നിന്ന് മാറ്റിയിട്ടുള്ളത് നമുക്കൊന്ന് പഠിച്ചു പോകാം. ഓക്കെ, പഠിക്കാം. ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഒന്ന് നോക്കിക്കോട്ടെ. ഇപ്പം ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് നമ്മളിപ്പോൾ പഠിച്ചു. ഇതങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് എന്നും പറഞ്ഞ് ചോദിക്കാൻ വരത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് 5% ഓർ നിൽ GST എന്നാണ് അതിന് വരുന്നത്. കാര്യം ചിലതിന് GST ഉണ്ട്, 5% ആണ്. ചിലതിന് GST ഇല്ല. സോ ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇനി പറഞ്ഞ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് സർവീസ്, ഇത് പഠിച്ചു വെച്ചോണം. ബയോമെഡിക്കൽ അത് 5% കുറച്ചു. ഫാർമ ജോബ്, അതായത് ഫോർമുലേഷൻ, പാക്കേജിങ്, എക്സെട്രാ ഇതൊക്കെ വരുന്ന ഫോർമുലേഷൻസ്, പാക്കേജിങ് മുതലായവ വരുന്ന ഫാർമ ജോബ് വർക്കിൻ്റെയൊക്കെ എത്രയാണ്? 5% ആയിട്ട് മാറി. ഓക്കെ. ഇനി മെഡിക്കൽ ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ്, അതായത് അനസ്തെറ്റിക്, ഓക്സിജൻ, ഡയഗ്നോസ്റ്റിക് കിറ്റ്സ്, ബാൻഡേജസ്, തെർമോമീറ്റേഴ്സ് എന്നിവയ്ക്കെല്ലാം എന്തായിട്ട് മാറി? 5% മാറി. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ്, സോ അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന അനസ്തേഷ്യ അല്ലെങ്കിൽ ഓക്സിജൻ, ഡയഗ്നോസ്റ്റിക് കിറ്റ്സ്, ബാൻഡേജ് ഒക്കെ ഇല്ലേ, മെഡിക്കൽ ഡിവൈസ് ആൻഡ് എക്യുപ്മെന്റ്സിനകത്ത് വരുന്നതാണ് ഈ ബാൻഡേജ് ഒക്കെ. അപ്പോൾ ഈ ബാൻഡേജിന്റെ ഒക്കെ GST നിലവിൽ എത്രയാണ്? 5% ആണ്, ഓർത്തിരിക്കുക. ഇനി മുൻപ് 28% ടുബാക്കോ ആൻഡ് റിലേറ്റഡ് പ്രോഡക്ട്സ്, അതായത് ടുബാക്കോ, ഗുഡ്ക, പാൻ മസാല മുതലായ പ്രൊഡക്റ്റിന് ഇനി 40%. ഇനി എത്രയാണ്? 40% GST. നിങ്ങൾ എന്തായാലും മരിക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഇത്രയും വലിയ GST കൊടുത്തിട്ട് നിങ്ങൾ അങ്ങ് മരിച്ചോ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇടയിൽ 40% കൂട്ടുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് ഇത് വാങ്ങിക്കുന്നത് കുറയ്ക്കുക, വാങ്ങി ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നൊരു രീതിയിൽ, എന്നൊരു അർത്ഥത്തിലായിരിക്കും ചിലപ്പോൾ അവർ ഇത് ഉദ്ദേശിച്ചേക്കുന്നത്. പക്ഷെ എന്നാലോ
ഇതിന് കുറവൊന്നും കാണാൻ സാധ്യതയില്ല. ഓക്കെ, നെക്സ്റ്റ് സ്പെക്ടക്കിൾസ്, കോണ്ടാക്ട് ലെൻസ് അല്ലെങ്കിൽ സ്പെക്ടക്കിൾ ലെൻസിനൊക്കെ എത്രയായി? 5% മാറി. നിങ്ങൾ കണ്ണട വയ്ക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണടയിൽ, നിങ്ങളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണട യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണടയിൽ ഇങ്ങനെ ചുമ്മാ പിടിച്ചുകൊണ്ട് ഓർത്താൽ മതി 5% GST ഉള്ളൂ എന്നോർത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. വഴിയെ കൂടെ ഒരു ട്രക്ക് പോകുന്നു, അതിന് ഇത്ര ശതമാനമേ ഉള്ളൂ. നമ്മുടെ ജിമ്മിൽ പോകുന്നു, അതിന് ഇത്ര ശതമാനമേ ഉള്ളൂ. പാല് മേടിക്കാൻ പോകുന്നു, പാല് മേടിക്കാൻ പോകുമ്പോൾ എത്രയാണ്? UHT മിൽക്ക്. എന്താണ് UHT മിൽക്ക് എന്ന് പറയുന്നത്? ആ UHTയുടെ ഫുൾ ഫോം എന്ന് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഒന്ന് ഓർത്ത് വെച്ചോ. എന്താണ്? അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക് എന്നാണ്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക്, അതായത് ഒരു 130 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ചൂടാക്കിയിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുന്ന പാലുകൾ. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഡ്യൂറബിലിറ്റി വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാസങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പാലുകൾ, ഈ പാക്കറ്റ് പൊട്ടിക്കാതിരുന്നാൽ ഇപ്പം 3 മുതൽ 6 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കുന്ന പാലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാലൊക്കെ ഹൈ ടെമ്പറേച്ചർ UHTയിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് അൾട്രാ ഹൈ ടെമ്പറേച്ചറിലാണിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ UHT മിൽക്കിനൊക്കെ എന്ത് വേണ്ട? ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പാക്കറ്റ് തുറക്കുന്നത് വരെ എന്താണ്? ഇത് സേഫാണ്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ്. തിളപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് കുടിക്കുകയും ചെയ്യാം. അതാണ് UHT മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ UHT മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ ചില പരിപാടികളൊക്കെ കാണുമ്പോൾ, ഉദാഹരണം ഈ ബിഗ് ബോസ് ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, അവരൊക്കെ യൂസ് ചെയ്യുന്ന പാൽ മിൽക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതിന് ഉദാഹരണമാണ്, UHT മിൽക്കിന് ഉദാഹരണമാണ്. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അത് പൊട്ടിക്കുന്നത് വരെ അതിനകത്ത് സേഫ് ആയിരിക്കും. അപ്പോൾ അതിന് സ്റ്റോർ ചെയ്യാനായിട്ടൊരു ഫ്രിഡ്ജോ അങ്ങനെ അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് സാധാരണയായിട്ട് ചൂടാക്കുന്നതെന്ന് പറയുന്നത് 135 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലേക്കൊക്കെ ഇത് ചൂടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് UHT മിൽക്ക് എന്ന് പറയുന്നത്. UHT മിൽക്കിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ്? അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക് എന്നാണ് പറയുന്നത്. അപ്പം നിലവിൽ മുമ്പ് 5% അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്കിന് ഇപ്പോൾ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കുന്ന പനീർ, ബ്രാൻഡഡ് ആയാലും അൺബ്രാൻഡഡ് ആയാലും അതിനും GST ഇല്ല. അപ്പോൾ UHT മിൽക്കിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പനീറിൻ്റെ കേസ് പഠിച്ചു. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് അതായത് ആൽമണ്ട്സ്, ഹേസൽനട്ട്സ്, ഡേറ്റ്സ്, ഫിക്സ് മുതലായവയ്ക്ക് നിലവിൽ 5%. മുമ്പ് അത് 12% ഇപ്പോൾ അത് 5%. ഇനി ഡയബറ്റിക് ഫുഡ്സ്, ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ഡയബറ്റിക് ഫുഡ്സിനൊക്കെ എത്രയാണെന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യങ്ങളാണ്. ഡയബറ്റിക് ഫുഡിന് എത്ര? 5% കുറച്ചു. അല്ല, പ്രിപ്പേർഡ് ഓർ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. പ്രിപ്പേർഡ് ഓർ പ്രിസേർവ്ഡ് ഫിഷ് എന്ന് പറഞ്ഞ് ചോദിക്കത്തില്ല. പകരം പ്രിപ്പേർഡ് അല്ലെങ്കിൽ പ്രിപ്പേർഡ് ഓർ പ്രിസേർവ്ഡ് ഫിഷ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അതിൻ്റെ 5%, ഓർത്തിരിക്കുക കേട്ടോ. 5%. ഇനി ജ്യൂസ്, സാധാരണ നമ്മുടെ ഫ്രൂട്ട് പൾപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ 5%. ഇനി മിൽക്ക് ബേസ്ഡ് ബീവറേജ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പഠിച്ചു വെക്കണം. മിൽക്ക് ബേസ്ഡ് ബീവറേജ്, അതായത് ചായ, കോഫി മുതലായ കാര്യങ്ങൾക്ക് പോലും 5% GST വരുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ച 5% GST കൂടെ ചേർത്ത് ചോദിക്കും എന്നല്ല ഉദ്ദേശിച്ചത്. ബില്ല് തരുന്ന കട ഉണ്ടല്ലോ, GST ഉൾപ്പെടുത്തിയ ബില്ല്, അങ്ങനെയുള്ള ഷോപ്പിലൊക്കെ ഇനി മുതൽ മിൽക്ക് ബേസ്ഡ് ബീവറേജസിനെല്ലാം 5% എന്ന് ഓർത്തിരിക്കുക. 5% ഇനി മുതൽ GST എന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ജിമ്മിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ, സോ അത് പഠിക്കേണ്ട. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മിൽക്ക് ബേസ്ഡ് ബീവറേജ്, ഫ്രൂട്ട് പൾപ്പ്, ഫ്രൂട്ട് ജ്യൂസ് ബേസ്ഡ്, അതുപോലെ തന്നെ പ്രിപ്പേർഡ് പ്രിസേർവ്ഡ് ഫിഷ്, ഡയബറ്റിക് ഫുഡ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് UHT മിൽക്ക് എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് UHT മിൽക്ക് എന്നും കൂടി ഞാൻ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾക്ക് കണക്ട് ആയില്ലെങ്കിൽ ഒന്നുകൂടി കേട്ട് നോക്കിയിട്ട് അത് സെറ്റാക്കുക. അതായത് നിലവിൽ കണ്ണട യൂസ് ചെയ്യുന്നൊരു ചുമ്മാതെ ഒന്ന് സ്പെക്സിൽ കൈ വെച്ചിട്ട് പഠിക്കുക. ഞാൻ ഇനി മുതൽ എനിക്കിതിന് 5% മാത്രമേ GST ആവുന്നുള്ളൂ. ചുമ്മാ അത് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പോർഷനിൽ സെറ്റായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ, മേക്കിംഗ് ചൈൽഡ് കെയർ മോർ അഫോർഡബിൾ. ഇതിൽ നാപ്കിൻസ്
നാപ്കിൻസ് 5% കുറച്ചിട്ടുണ്ട്. നാപ്കിൻസിൻ്റെയൊക്കെ റേറ്റ് 5% GSTയിൽ കുറച്ചു. ഇനി ഫീഡിംഗ് ബോട്ടിൽസിനും 5%. തെർമോമീറ്റേഴ്സിന് 5%. നമ്മൾ പഠിച്ച UHT മിൽക്കിനും 5% കേട്ടോ. അപ്പോൾ എന്തൊക്കെയാ ഇവിടെ പഠിക്കാനുള്ളത്? തെർമോമീറ്റേഴ്സ് മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. തെർമോമീറ്റേഴ്സ് ഓപ്ഷനിൽ കാണും. തെർമോമീറ്റേഴ്സിന് എത്ര ശതമാനമാണ്? 5%. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സെൻസിൽ നിങ്ങൾക്ക് ചൈൽഡ് കെയർ സെക്ഷനകത്ത് നിങ്ങൾ എടുത്താൽ മതി. അതായത് കുട്ടികൾക്ക് നാപ്കിൻസ് അത്യാവശ്യമാണ്, അവരുടെ ചൂട് നോക്കാൻ തെർമോമീറ്റർ അത്യാവശ്യമാണ്, അവർക്ക് പാല് കൊടുക്കാൻ മിൽക്ക് ബോട്ടിൽസ് അല്ലെങ്കിൽ ഫീഡിംഗ് ബോട്ടിൽ അത്യാവശ്യമാണ്, UHT മിൽക്ക്. സോ ഇതെല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി. കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇതെല്ലാം 5% എന്നുള്ളത് കിട്ടും. എവിടുന്ന് എത്ര നിന്നും എത്രയായിട്ട് കുറച്ചു എന്നൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കോ ആയിട്ടുള്ള ആളാണ് ചോദ്യം ഇടുന്നതെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഏത് രീതിയിലായാലും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്കത് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇവിടെ വരുന്നതാണ്ട് പെൻസിൽ ഷാർപ്നർ, ക്രയോൺസ്, എക്സസൈസ് ബുക്സ്, ഗ്രാഫ് ബുക്സ്, മാപ്സ്, ചാർട്ട് മുതലായവ ഇതെല്ലാം പഠിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു എസെൻഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ GST റിഡക്ഷനാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? നിലവിൽ പറയുന്ന ഇറേസർ, ഇവിടെ ഇറേസർ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇറേസർ, പെൻസില്, ഇത്ര ഓർത്തിരിക്കുക. പെൻസില്, ക്രയോൺസ് ഇതെല്ലാം ഒരു കാറ്റഗറി പെടുന്നതല്ലേ. പെൻസില്, ക്രയോൺസ്, ഇറേസർ, ഷാർപ്നർ, ഇത് 4 നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് ആവശ്യമുള്ളതായിരുന്നല്ലോ. ക്രയോൺസ് വെച്ച് ഭിത്തിയിലൊക്കെ വരയ്ക്കുക, അമ്മയുടെ നടി കിട്ടുക, പിന്നെ എന്ത് ചെയ്യുന്നു? പെൻസിൽ എടുത്തുകൊണ്ട് പോയിട്ട് അത് ഷാർപ്പൻ ചെയ്തിട്ട് ഈ പറയുന്ന എക്സസൈസ് ബുക്കിനകത്തോട്ട് നമ്മൾ വരച്ചു വയ്ക്കുന്നു. അങ്ങനെ വരച്ചു വെച്ചിട്ട് അത് നമ്മൾ ഇറേസ് റിവ്യൂസ് ചെയ്യുന്നു. പിന്നെ കുറച്ചുകൂടി വളർന്നു വന്നപ്പോൾ നമുക്ക് എന്താണ്? ഗ്രാഫ് ബുക്സ് ആവശ്യമായിട്ട് വന്നു, മാപ്പുകൾ ആവശ്യമായിട്ട് വന്നു, ചാർട്ടുകളൊക്കെ ആവശ്യമായിട്ട് വന്നു. സോ ഇതെല്ലാം ഉൾപ്പെടുന്നു എസെൻഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസിനകത്ത് ഉൾപ്പെടുന്നതിനെല്ലാം എന്താണ്? GST ഫ്രീ ആക്കി എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ പറയുന്ന പെൻസിൽ, ഇപ്പം ഇതിനകത്ത് എന്ത് ഉൾപ്പെടുന്നില്ല? ഇനി ഇങ്ങനെ ഒന്ന് ചോദിക്കാം കേട്ടോ. അതായത് ഈ പറയുന്ന പെൻസിൽ പഠിച്ചു, ഷാർപ്പനർ പഠിച്ചു, നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓർത്ത് എസെൻഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസിന് GST ഇല്ല, ഓക്കെ എന്ന് പറഞ്ഞ് പഠിച്ച് പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോഴാണ് അവർ ചോദിക്കുന്നത് പെന്നിൻ്റെ കേസ് ചോദിക്കും. പെന്നിൻ്റെ കേസ് ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല. പെന്നിന് GST ഫ്രീ ആക്കി എന്ന് ഇവിടെ പറയുന്നില്ല. സോ പെന്നിന് GST ഉണ്ട് എന്നാണ് അതിൻ്റെ സാരാംശം. മനസ്സിലായില്ലേ? സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ പെൻസിലിൻ്റെ ഇറേസർ അല്ലെങ്കിൽ പെൻസിൽ ഷാർപ്പൻ ചെയ്യണം, നമുക്കത് എഴുതാൻ ഒരു ബുക്ക് വേണം, എക്സസൈസ് ബുക്ക് വേണം, ഇടയ്ക്കൊക്കെ നമുക്കൊരു വിനോദത്തിന് വേണ്ടി അമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ വേണ്ടി ക്രയോൺസ് വേണം. എന്തിനാ? ഭിത്തിയിലൊക്കെ വരച്ച് വയ്ക്കാൻ ക്രയോൺസ് വേണം. ഗ്രാഫ് ബുക്ക് കുറച്ചുകൂടി വളർന്നപ്പോൾ എന്താണ്? നമുക്ക് ഗ്രാഫ് ബുക്ക് വേണം, മാപ്പ് വേണം, ചാർട്ട് വേണം. ആ ഒരു ആവശ്യങ്ങളിലേക്ക് മാറി. പിന്നെ ഇതാണ് എന്താ പറയുന്നത്? GST റിഡക്ഷനകത്ത് വരുന്ന എസെൻഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസിലെ കാറ്റഗറീസ്. ഓക്കെ, ഇത് സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അതും നമ്മുടെ ചൈൽഡ് കെയറിൻ്റെ പോർഷനും കൂടി നന്നായിട്ട് ഒന്നുകൂടി ഇരുത്തി പഠിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ജിമ്മിൻ്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ. ജിം ആൻഡ് ഫിറ്റ്നസ് സെൻറ്റേഴ്സിലെല്ലാം എന്ത് ചെയ്തു? 5% കുറഞ്ഞ കാര്യം എന്താണ്? ആരോഗ്യം അത്യാവശ്യമാണല്ലോ. സോ അതിനും 5% കുറച്ചു. ഇനി ഈ പറഞ്ഞ ഡ്രോണിൻ്റെ കേസിൽ എന്താണ്? 5% GST കുറച്ചു. ഡ്രോണിൻ്റെ കേസിലും GST 5% കുറച്ചു. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, മുമ്പ് തുടങ്ങിയ സമയത്ത് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി ഇവിടെയാണ് കുറച്ചധികം ശ്രദ്ധിക്കേണ്ടത്. GST റിഫോംസ് ഫോർ 2 വീലേഴ്സ്. നമ്മൾ പഠിച്ച എന്താ? 350 അല്ലെങ്കിൽ 350 വരെ ഉള്ള CC ഉള്ള വണ്ടികൾക്ക്, ബൈക്കുകൾക്ക് അല്ലെങ്കിൽ 2 വീലേഴ്സിന് 18% GST കുറച്ചു. നമ്മളത് പഠിച്ചതാണ്. ഇനി ചെറിയ കാറുകൾക്കും ബൈക്കുകൾക്കും, അതായത് 350 CC വരെയുള്ള അല്ലെങ്കിൽ 350 CC ബൈക്കുകൾക്ക് എന്താണ്? 18% കുറച്ചു. അതുപോലെ തന്നെ അത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോവുക ചെറിയ കാറുകൾക്കും 18% നിലവിൽ GST. അപ്പോൾ 18% GST വരുന്ന എന്തൊക്കെയാണ്? നമ്മൾ ഈ പഠിച്ച ബൈക്ക്, കാറ്, അതായത് 350 CC ബൈക്ക്, 350 CC ചെറിയ കാറുകൾ. ഇനി ലാർജ് കാർ എന്ന് പറയുമ്പോൾ, അതായത് XUV ഒക്കെ വരുമ്പോൾ എത്രയാണ്? 40%. മനസ്സിലായില്ലേ? 40% വിത്ത് നോ സെസ് ഇല്ലാതെ 40% അതിൻ്റെ GST എന്ന് പറയുന്നത്. അപ്പം ലക്ഷറി
GSTക്കകത്താണ് അത് വരുന്നത് അല്ലേ. XUV ഒക്കെ വരുന്നത് എന്താണ്, ലക്ഷറിക്കകത്താണ്. ഇനി ഓട്ടോ കമ്പോണൻസ് എത്ര, 18% കുറച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ പറഞ്ഞ ബൈക്ക്, കാറ്, ഓട്ടോ കമ്പോണൻസ് ഒറ്റയടിക്ക് അങ്ങ് പഠിച്ചു, അത് 18%. ഈ വലിയ വലിയ കാറ്, അതായത് സ്മാൾ കാർസ് എന്ന് നമ്മൾ പഠിച്ചപ്പോൾ അതിന് 18% വലിയ കാർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ലക്ഷറിയുടെ കാറ്റഗറി പെടും. സോ അത് ലക്ഷറി എന്താണ്, GST ആണ്, ലക്ഷറി സെക്ഷനിലാണ് വരുന്നതെന്ന് ഓർത്താൽ മതി. നമ്മൾ നേരത്തെ പഠിച്ചില്ല ബസ്സിൻ്റെ കേസ്, ബസ് 18%. നമ്മൾ പഠിച്ചത്, അത് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ടാണ് ബസ് 18%ആയിട്ട് കുറഞ്ഞു. ഇനി പഠിക്കേണ്ട കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ ഇതാ ഇവിടെ. ഈ ചെറിയ കാറിൻ്റെ കേസ് നമ്മൾ പഠിച്ചല്ലോ, സ്മാൾ കാർസ്, അതായത് പെട്രോൾ, LPG, CNG ഉൾപ്പെടുന്ന കാറിന്, അതായത് 1200 CC വരെയുള്ള അല്ലെങ്കിൽ 4000 mm നീളം വരുന്ന അല്ലെങ്കിൽ ലെങ്ത് വരുന്ന വണ്ടിക്ക് 18%ആണ് GST, പുതിയ GST റേറ്റ് എന്ന് പറയുന്നത്. സ്മാൾ കാർസ്, ഡീസൽ, ഇവിടെ PSC ചോദിക്കുന്നത് എന്താ, ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ എൻജിൻ ഈ ഒരു അളവ് ചോദിക്കും. അതായത് 1200 CC. ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഡീസലിൻ്റെ കേസ് വരുമ്പോൾ 1500 എന്നാൽ പെട്രോൾ, LPG, CNG വരുമ്പോൾ 1200 CC വരെ. 1200 CCയോ 1200 CC വരെയോ, മനസ്സിലായില്ലേ, അതുവരെയോ ഉള്ള എൻജിൻ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ എൻജിൻ ഇതുള്ള വണ്ടിക്ക്, ചെറിയ കാറുകൾക്ക് എന്താണ്, 18%ആണ് GST. ഏത് കാറ്റഗറിയിൽ വരുന്ന, പെട്രോൾ, LPG, CNG കാറ്റഗറിയിൽ വരുന്ന എൻജിൻ അല്ലെങ്കിൽ എൻജിൻ CC എന്ന് പറയുന്നത് 1200 1200 വരെയുള്ള വണ്ടികൾക്കോ എത്ര ശതമാനമേ ഉള്ളൂ, 18% ഉള്ളൂ. എന്നാൽ താഴെ വരുന്ന ഡീസൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ CC എത്രയാണ്, 1500 CC. അതാണ് ഞാൻ ഈ ടേബിൾ ഒന്ന് എടുത്ത് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. 1500 CC. ഈ 1500 CCയോ 1500 CC വരെയോ ഉള്ള വണ്ടികൾക്ക് ലെങ്ത് കറക്റ്റാണ് കേട്ടോ, ലെങ്ത് 4000 ലെങ്തിന് മാറ്റമൊന്നുമില്ല. 1500 വരെയുള്ള ഡീസൽ, എടുത്തു പറയുന്ന ഡീസൽ വണ്ടികൾക്ക് 18%. ഇടയിൽ മൊത്തത്തിൽ കാറിന് ഇത്രയും പഠിക്കാം. മൊത്തത്തിൽ കാറിന് എത്ര, സ്മാൾ കാർസിന് എന്താണ് 18% ഉള്ളൂ. മൊത്തത്തിൽ ചെറിയ കാറുകൾക്ക് 18% ഉള്ളൂ. അതിൽ തന്നെ 2 സബ് ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് സ്മാൾ കാർസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പെട്രോൾ, CNG, LPG. ഈ 3 കാറ്റഗറിയിൽ വരുന്നതിന് എന്താണ്, അതിൻ്റെ എൻജിൻ CC 1200 1200 വരെയോ ആവുന്നതിന് 18%. എന്നാൽ അത് ഡീസൽ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ 1500 CC. അങ്ങനെ എടുത്ത് ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഇനി ഇലക്ട്രോണിക് വെഹിക്കിൾസ് എന്ന് കണ്ടാൽ അപ്പം തന്നെ എന്താണ്, 5%. ഓക്കെ, എല്ലാവരും EVയിലേക്ക് മാറുക എന്നൊരു ലക്ഷ്യം കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ പറയുന്ന, അതിനകത്ത് എന്താണ്, 3 വീലേഴ്സ് ഉണ്ട്, 2 വീലേഴ്സ് ഉണ്ട്, എല്ലാം ഉൾപ്പെടുന്ന വണ്ടിയാണ് EVസിനകത്ത് കേട്ടോ. എല്ലാ ടൈപ്സും ഒന്ന് കൊടുത്തിട്ടുണ്ട്, എല്ലാ ടൈപ്സും, കാറ്, 2 വീലർ, 3 വീലർ ഉൾപ്പെടുന്ന എല്ലാ EVസിനും 5% ഉള്ളൂ. അപ്പോൾ അത് പഠിക്കാൻ എളുപ്പമുള്ള 5% ഉള്ളൂ. നമ്മുടെ മുമ്പിൽ കൂടെ ഒരു EV കാറ് പോകുന്നു, അല്ലെങ്കിൽ EV ബൈക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു EV ഓട്ടോ പോകുമ്പോൾ നമുക്ക് എന്താ പറയാം, ഇതിന് 5% ഉള്ളൂ എന്ന് നമുക്ക് പഠിച്ചു വയ്ക്കാം. ഇനി ലക്ഷറി കാര്യങ്ങൾ വരുമ്പോൾ അതെന്തായാലും എക്സീഡ്സ് സ്മാൾ കാർ എന്ന് പറഞ്ഞ ലിമിറ്റ് നമ്മൾ പഠിച്ചല്ലോ, 2 ലിമിറ്റ്, 1200 1500 CC. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റിന് മുകളിലാണെങ്കിൽ, എൻജിൻ സൈസോ ലെങ്തോ കൂടുതലാണെങ്കിൽ അത് 40%ആണ് GST എന്ന് പഠിച്ചു വയ്ക്കുക. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലായില്ലേ. ഇത് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഉറപ്പായിട്ടും കയറി വരും. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ആൾ ടൈപ്സ് ഇൻക്ലൂഡിങ് ആംബുലൻസ് വന്നുണ്ടോ. അപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ആൾ ടൈപ്സ്, ട്രക്സ്, ബസ്, ആംബുലൻസ്. ഈ ട്രക്കും ബസ്സും ആംബുലൻസും നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് പഠിച്ചത്, ട്രാൻസ്പോർട്ടിങ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ, അങ്ങനെ 3 കാറ്റഗറി ആയിട്ടല്ലേ പഠിച്ചത്. ഇപ്പോൾ ഇവിടെ വരുമ്പം ഇതിനെല്ലാം കൂടി മിക്സ് ചെയ്ത് പറഞ്ഞേക്കാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും അതിനെല്ലാം എന്താണ് 18%ആണെന്ന് പഠിക്കാം. അപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത് എന്താ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ചെറിയ കാറ്, 380 വരെ CC ഉള്ള ബൈക്ക്, ഇതിനെല്ലാം 18%ആണ്. അതുപോലെ തന്നെ വേറെ ഒന്നുകൂടി നമ്മൾ പഠിച്ചു, ഓട്ടോ കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. അത്യാവശ്യം കൺഫ്യൂസിങ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവാത്തൊരു ഒന്ന് പോസ് ചെയ്തിട്ട്
ഇതുവരെ ഉള്ളതൊന്ന് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വീണ്ടും കയറിയാൽ മതി. കാര്യം ഈ വെഹിക്കിൾ കാറ്റഗറി വരുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇവിടെ ഒട്ടും കൺഫ്യൂസിങ് ഇല്ല. നിങ്ങളുടെ മുമ്പിൽ ഒരു കാർ ഉണ്ടെങ്കിൽ, ഒരു ചെറിയ കാറാണ്, ആ ചെറിയ കാറിന് ലെങ്ത് എന്ന് പറയുന്നത് 4000 mm ആണ് ലെങ്ത്. അത് മനസ്സിൽ വെച്ചേരെ. രണ്ട് സ്മാൾ കാർസിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ലെങ്ത് 4000 mm ആണ്. അപ്പോൾ അവിടെ വരുന്ന കാറിൻ്റെ കാറ്റഗറി ഏതാണ്? ഡീസൽ മാറ്റി നിർത്തിയാൽ ഡീസലിന് 1500 cc എന്താണ് പെട്രോൾ LPG CNGക്ക് 1200 cc വരെ ആണെങ്കിൽ അത് 18% എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം, അത്രയേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ EV വെഹിക്കിൾസ് അതിപ്പോൾ ഏതാണെങ്കിലും ഏത് വെഹിക്കിൾസ് ആണെങ്കിലും ഓൾ ടൈപ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. എല്ലാ ടൈപ്സിനും 5% ഉള്ളൂ. ലക്ഷറി ആകുമ്പോൾ എന്താ? ലക്ഷറി കാറുകൾക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു 40%. ലക്ഷറി 40% നമ്മൾ പഠിച്ചു. ഇനി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ കേസ് പഠിക്കുമ്പോൾ നമ്മൾ ബസ് പഠിക്കുന്നു, ആംബുലൻസ്, ബസ്, അതുപോലെ തന്നെ എന്താണ് ട്രക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്ര ഓർത്താൽ മതി. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്താൽ മതി. ഇപ്പോൾ ഈ ഒരു ടേബിള് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് സ്മാൾ കാർ എന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇനി ഇതാ വലിയൊരു ടേബിളുണ്ട്. ഈ ടേബിളിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നോക്കാം. UHT മിൽക്കിൻ്റെ കേസ് നമ്മൾ പഠിച്ചു. നിലവിൽ അതിന് എന്തില്ല, GST ഇല്ല. ഇനി പ്രീ പാക്കേജ്ഡ് ആൻഡ് ലേബിൾഡ് ചേന ഓർ പനീർ. ഈ പനീറിൻ്റെ കേസ് തന്നെ പനീറിനില്ല. പിസ്സ, ബ്രെഡ്, ചപ്പാത്തി, റൊട്ടി, പറാത്ത അല്ലെങ്കിൽ പൊറോട്ട എന്നിവയ്ക്കൊക്കെ എന്തില്ല? ഇത്രയും കാര്യങ്ങൾക്ക് എന്തില്ല? GST ഇല്ല. അതായത് എസെൻഷ്യൽ ഫുഡ് ഐറ്റംസ് ആണ് ഇത്രയും. അപ്പോൾ ഇത് വരുമ്പോൾ ഇവിടെ നിന്നും GST ഇല്ല എന്ന് ഓർത്തേക്കുക കേട്ടോ. ഇവിടെ നിന്നും GST വരുന്നില്ല. ഇനി ടെൻഡർ കോക്കനട്ട് വാട്ടർ പ്രീ പാക്കേജ്ഡ് ആൻഡ് ലേബിൾഡ്. ടെൻഡർ കോക്കനട്ട് വാട്ടർ പ്രീ പാക്കേജ്ഡ് ആൻഡ് ലേബൽ ചെയ്ത ടെൻഡർ കോക്കനട്ട് വാട്ടറിനൊക്കെ എന്താണ്? 5% ഓർത്തിരിക്കുക. ഡ്രിങ്കിങ് വാട്ടർ കുടിവെള്ളത്തിന് 20 ലിറ്റർ ബോട്ടിൽസിന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 20 ലിറ്റർ ബോട്ടിൽസിന് 5% GST. 20 ലിറ്റർ കുടിവെള്ളത്തിന് 5% GST. പിന്നെ സോസസ് ഓർ കോണ്ടിമെന്റ്സ് ലൈക്ക് കറി പേസ്റ്റ്, മയണൈസ്, മിക്സഡ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം എന്താണ്? 5% ആണ്. ഇതെല്ലാം ഒന്നും പഠിക്കാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ ബ്രസീൽ നട്ട്സ് ഡ്രൈഡ് ആയിട്ടുള്ളതിനൊക്കെ എന്താണ്? 5% ആണ്. അതർ നട്ട്സ് ഡ്രൈഡ് നട്ട്സിനൊക്കെ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു 5% ആണ്. ഇനി ഡേറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഇതെല്ലാം എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതിനെല്ലാം 5% ആണ്. ഇവിടെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ചീസ് എന്നിവയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? മിൽക്ക് ബീവറേജസിന് 5%, മിൽക്ക് ബീവറേജസിന് 5%, UHT മിൽക്കിന് GST ഇല്ല എന്നും പഠിച്ചു. സോ ഇത് രണ്ട് തിരിഞ്ഞു പോകരുത് കേട്ടോ. ഈ മിൽക്ക് പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. കണ്ടൻസ്ഡ് മിൽക്ക്, ചീസ്. ഓക്കെ, ഇനി പ്രിസർവ് ചെയ്തേക്കുന്ന ഫിഷ് അല്ലെങ്കിൽ മീറ്റ്, സോസേജ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം എന്താ വരുന്നത്? 5% GST വരുന്നുണ്ട്. ബട്ടർ, ഗീ ആൻഡ് അതർ ഡയറി ഫാറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇതെല്ലാം മിൽക്ക് പ്രൊഡക്ട്സ് ആണ്. സോ അതിന് 5% വരുന്നത്. ഓക്കെ, എല്ലാം ഒന്നും ഞാൻ പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കുന്നില്ല. പിന്നെ വെജിറ്റബിൾസ്, സാപ്സ് ആൻഡ് എക്സ്ട്രാക്റ്റിനൊക്കെ 5% ഷുഗർ, പേസ്ട്രി, കേക്ക്സ്, ബിസ്ക്കറ്റ്, ബേക്സ്. സോ അതിനൊക്കെ 5%. പിന്നെ ടീ ആൻഡ് കോഫി ഞാൻ നേരത്തെ പറഞ്ഞാണ്. ടീ ആൻഡ് കോഫി മിൽക്ക് പ്രൊഡക്റ്റ് ആണ്, 5%. ഓക്കെ, പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് ഡ്രിങ്ക്സിന് 5% ആണ്. ഐസ്ക്രീം ആൻഡ് എഡിബിൾ ഐസിനൊക്കെ എത്രയാണ്? 5% ആണ്. ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കണക്ട് ചെയ്യുക. ഇതൊന്നും ടേബിളൊന്നും കാണാപ്പാടം പഠിക്കരുത്. ഞാൻ പറഞ്ഞു എന്താണ്? മിൽക്ക് പ്രൊഡക്ട്സിനെല്ലാം 5%. അങ്ങനെ പഠിക്കുമ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക്, ചീസ്, ഐസ്ക്രീം, അതുപോലെ തന്നെ ഈ പറയുന്ന ടീ ആൻഡ് കോഫി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് പഠിക്കാം. ബട്ടർ, ഗീ ആൻഡ് അതർ ഡയറി ഫാറ്റ്സിനെല്ലാം നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് പഠിച്ചു പോകാം. സോ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു പ്രിസർവ്ഡ് വെജിറ്റബിൾസിന് 5%. വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും, നോർമൽ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും എന്തില്ല? GST ഇല്ല. പക്ഷെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതിന് ഇപ്പം നമ്മൾ വലിയ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ മേടിച്ചുകൊണ്ടിരത്തില്ല. സോ അതിനൊക്കെ എന്താണ്? അതിനും ഒക്കെ എന്ത് ചെയ്തു? 5% ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ വന്നേക്കുന്ന ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടാക്സ്ഡ് ആസ് ലക്ഷറി ആയിട്ട് കണക്കാക്കപ്പെട്ടേക്കുന്ന ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ്. യാച്ച് എന്ന് പറഞ്ഞാൽ പായ്ക്കപ്പലുകൾ. ഈ കപ്പലുകൾക്കെല്ലാം പായ്ക്കപ്പലുകൾക്കെല്ലാം
അതെല്ലാം ലക്ഷൂറിയസ് ആണ്. എടാ നമ്മൾ ഇത്ര ചിന്തിക്കട്ടെ, നോർമലായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ആക്സസിബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്, പെട്ടെന്ന് ആക്സസിബിൾ അല്ലാത്ത കാര്യങ്ങളെ നമുക്ക് ലക്ഷറി ആയിട്ട് കണക്കാക്കാം. ഈ യാച്ച് എന്ന് പറഞ്ഞാൽ പായ്ക്കപ്പൽ, പിന്നെ എക്സ്പെൻസീവ് വെഹിക്കിൾ, പ്രൈവറ്റ് ജെറ്റ്, അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ എന്താണ്? റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഇതിന്റെ കീഴിൽ വരുന്നതാണ്. ഏതാ? 40% ആണ് വരുന്നത്. പിന്നെ ജ്വല്ലറി, വൈൻ ആൻഡ് ഷാമ്പെയിൻ. വൈൻ ആൻഡ് ഷാമ്പെയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്, സിൻ കാറ്റഗറി വരുന്ന കാര്യങ്ങളാണ് വൈൻ ആൻഡ് ഷാമ്പെയിൻ. അതുപോലെ തന്നെ എക്സ്പെൻസീവ് വെഹിക്കിൾ, യാച്ച്, അതുപോലെ ജ്വല്ലറി, റിയൽ എസ്റ്റേറ്റ്, പ്രൈവറ്റ് ജെറ്റ്, ഇതൊക്കെ എന്താണ് പെട്ടെന്ന് ഒരു സാധാരണക്കാരന് റീച്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. സോ ഇതെല്ലാം ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. സോ ഇതിനെല്ലാം എന്താണ് 40% പഠിക്കാം. ഇവിടെ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, കീ ഐറ്റംസ് ഇൻക്ലൂഡ് ഇൻ 40% ലക്ഷറി സ്ലാബ്. 40% ലക്ഷറി സ്ലാബിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൈ എൻഡ് വെഹിക്കിൾസ്, അതായത് ലക്ഷറി കാർ സച്ചാസ് SUV, സ്പോർട്സ് കാർസ് തുടങ്ങിയവയ്ക്കെല്ലാം എന്താണ്, അതിനെല്ലാം നമ്മൾ ലക്ഷറി കാറിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. സോ ലക്ഷറി ബൈക്കും അതിനകത്ത് വരുന്നുണ്ട്, ലക്ഷറി ബൈക്ക് വരുന്നുണ്ട്, സ്പോർട്സ് ബൈക്ക് വരുന്നുണ്ട്, സ്പോർട്സ് കാർ വരുന്നുണ്ട്, SUV വരുന്നുണ്ട്. അതുപോലെ തന്നെ 350cc വരെയുള്ള ബൈക്കുകൾക്ക് എത്രയേ ഉള്ളൂ? 18% അല്ലേ ഉള്ളൂ. 350 മുകളിൽ CC ഉള്ള ബൈക്കുകൾക്കെല്ലാം 40% എന്നാണ് പഠിക്കുക. ഇനി യാച്ച്, പ്രൈവറ്റ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ജെറ്റ്, ഹെലികോപ്റ്റർ മുതലായവയ്ക്കെല്ലാം അതെല്ലാം പ്രീമിയം അസറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം എന്താണ് 40%. ഇനി റീക്രിയേഷണൽ ഗുഡ്സ് അല്ലെങ്കിൽ ഹൈ എൻഡ് വെപ്പൺസ്, റിവോൾവേഴ്സ്, അതർ പ്രീമിയം സ്റ്റാറ്റസ് സിമ്പിൾസ് മുതലായവയ്ക്കെല്ലാം എന്താണ്, ഇതെല്ലാം ഹൈ എൻഡ് വേരിയൻ്റ് സാധനങ്ങളായതുകൊണ്ട് സോ ഇതെല്ലാം എന്താണ് ലക്ഷറി ഐറ്റംസിനകത്താണ് ഉൾപ്പെടുന്നത്. ഇനി സിൻ ഗുഡ്സിൽ എന്തൊക്കെയാണ്? ടുബാക്കോ പ്രൊഡക്ട്സ്, ഗുഡ്ക, പാൻ മസാല, സെലക്റ്റഡ് നോൺ ആൽക്കഹോളിക് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, തിരഞ്ഞെടുക്കപ്പെട്ട ചില ആൽക്കഹോളിക് കണ്ടന്റ് ഇല്ലാത്ത കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉൾപ്പെടെ സിൻ ഗുഡ്സിനകത്താണ് വരുന്നത്. ടുബാക്കോ പ്രൊഡക്ട്സ്, ഗുഡ്ക, പാൻ മസാല മുതലായവയൊക്കെ കേട്ടോ. ഇനി എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഗാംബ്ലിംഗ്. ഇനി പഠിക്കേണ്ടത് ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ കാസിനോ, റേസ് ക്ലബ്സ്, ബെറ്റിങ് ഓർ വേഗറിംഗ് ആക്ടിവിറ്റീസ് തുടങ്ങിയ എല്ലാം എന്താണ്, എന്തിൽ വരുന്നതാണ്? ഇതെല്ലാം ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഈ ഹോഴ്സ് റേസ് കാണാൻ പോവുക, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ലക്ഷറി ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് കാണുന്നത്. സോ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തത്. കാസിനോസ്, റേസ് ക്ലബ്സ്, ഇതിൻ്റെ കുറച്ചുകൂടി വിപുലീകരിച്ച് താഴെ പറഞ്ഞിട്ടുണ്ട്. GST റേറ്റ് ഫോർ ബെറ്റിംഗ്, അതായത് നമ്മുടെ ഓൺലൈൻ ഗെയിംസ് ഉണ്ടല്ലോ, ആ ഓൺലൈൻ ഗെയിംസ് ഒക്കെ ഇതിൽ വരും. ഓൺലൈൻ മണി ഗെയിമിങ്, കാസിനോസ്, ബെറ്റിങ്, ഗാംബ്ലിങ്, ഹോഴ്സ് റേസിങ്. ഇനി ലോട്ടറി, നമ്മുടെ ലോട്ടറിയും ഈ കാറ്റഗറി പെടുന്നതാണ്. ഏതാ? ലക്ഷറി കാറ്റഗറി പെടുന്നതാണ് ലോട്ടറി. മനസ്സിലായി? അപ്പോൾ ലോട്ടറി ഇവിടെ ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത് നോക്കുകയാണെങ്കിൽ ലോട്ടറി ആൻഡ് ഓൺലൈൻ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് എല്ലാം എന്തിനു വരും? അതെല്ലാം 28% ഇതിൻ്റെ GST. ഇതിൻ്റെ GST 28 നിന്നും എന്തിലേക്ക് മാറുന്നു? 40% മാറുന്നു. നിങ്ങൾ ഇത്രയും പഠിക്കുക. ഓക്കെ, ഇതിൽ എന്തൊക്കെ പഠിക്കണ്ട നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ആ ടേബിൾ നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ലോട്ടറി കാണുമ്പോൾ നമുക്കറിയാം, ഓ അത് ലക്ഷറീസ് സെക്ഷനകത്താണ് വരുന്നത് എന്ന് നമുക്ക് പഠിക്കാം. പിന്നെ ഓൺലൈൻ മണി ഗെയിമിംഗ് ആപ്പൊക്കെ കാണുമ്പോൾ അതിനകത്തൊക്കെ മണി ഗെയിമിങ്ങിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ അതിൻ്റെ എത്ര ശതമാനമാണ്? അത് 40%. ഇതൊക്കെ ലക്ഷൂറീസിനകത്ത് വരുന്നത്. ബെറ്റിങ്, കാസിനോസ്, ഗാംബ്ലിങ്, ഒരു സാധാരണക്കാരന് പെട്ടെന്ന് ആക്സസിബിൾ അല്ലാത്ത എല്ലാം എന്തിനകത്ത് വരുന്നതാണ്? ഇതിൽ വരുന്ന ഏതാ? ലക്ഷറി ആയിട്ടുള്ള 40% കാറ്റഗറിയിൽ വരുന്നതാണെന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നോർമൽ നമ്മുടെ GSTയുടെ കാര്യങ്ങളും കൂടെ പഠിച്ചാൽ ഈ GST എന്ന് പറഞ്ഞ പോർഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. സോ ഞാൻ ആദ്യം പറഞ്ഞത് മുതൽ നിങ്ങൾ ആദ്യം ഒരു ബേസ് സെറ്റ് ചെയ്യുക. ഇത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു ബേസ് ഉണ്ടല്ലോ, ആ ബേസ് പക്കയായിട്ട് സെറ്റ് ചെയ്തിട്ട് മാത്രം ഈ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മതി. ഇപ്പോൾ 10th ലെവൽ പ്രിലിംസിനൊക്കെ അല്ലെങ്കിൽ 10th ലെവൽ പ്രിലിംസ്, മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇത്ര ഡീപ്പ് ആവണ്ട. ഇതൊരു നിങ്ങൾ ബേസിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ മതി. പിന്നെ ഈ മിൽക്ക് പ്രൊഡക്ഷൻ്റെ ഒക്കെ കേസ് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ GST 2.0 കുറിച്ച് ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ.
അപ്പോൾ ഇതിൻ്റെ PDF നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതാണ്. സോ അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടി നോക്കി പഠിക്കാൻ ഹെൽപ്ഫുള്ളാണ്. സോ ഇത് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.